ഹായ് കൂട്ടുകാരെ, ഇന്നെനിക്ക് ചൂര മീനിൻ്റെ ഒരു പീസാണ് കിട്ടിയിട്ടുള്ളത്. ഒരു പീസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമുക്കൊരു ചൂര മീൻ കറി വെച്ചാലോ? ഇന്നെനിക്ക് ടൈമില്ല, അതുകൊണ്ട് ഞാൻ സമയമെടുത്തല്ല ചെയ്യുന്നത്. പെട്ടെന്നുള്ളൊരു റെസിപ്പിയിലാണ് ഇന്ന് ഞാൻ ചൂര മീൻ കറി വയ്ക്കുന്നത്. മീനിലേക്ക് ആവശ്യമായ മുരിങ്ങക്കായ, തക്കാളി, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, അല്പം കറിവേപ്പില, പിന്നെ പുളി വെള്ളത്തിലിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നായി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ഒരു ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം തേങ്ങ, ഒരു ചെറിയ കഷ്ണം ചെറിയ ഉള്ളി, നല്ല വറുത്ത അല്പം ഉലുവ. ചൂരയ്ക്ക് നമുക്ക് എപ്പോഴും ഉലുവ മുന്നിൽ നിൽക്കണം, അല്പം കൂടുതൽ ചേർക്കണം. ഉലുവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുളി ഞാൻ കുതിർക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അല്പം പുളി ഞാൻ പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഉപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഉപ്പൂടെ ചേർത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഞാൻ തിളയ്ക്കാനായി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് വന്ന് നോക്കണം. ഇടയ്ക്ക് ഇതെല്ലാം നമ്മൾ ശ്രദ്ധയോടെ ചെയ്യണം. ഇടയ്ക്ക് വന്ന് തുറന്നൊന്ന് തിളയ്ക്കുന്നതിന് മുമ്പേ നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊങ്ങിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചോളണം. എന്തായാലും തിളയ്ക്കാനായി ഞാൻ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ ഇത് പൊങ്ങിക്കളയത്തില്ല. അപ്പം ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ട് വരട്ടെ. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വില? ഞാൻ 1 കിലോ വെളിച്ചെണ്ണ വാങ്ങിയത് 410 രൂപയായി. മില്ലിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇനിയിപ്പം വാങ്ങാതിരിക്കാൻ കഴിയില്ലെങ്കിലും ഒരുപാട് വെളിച്ചെണ്ണയുടെ ഉപയോഗം ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ട് വരട്ടെ കൂട്ടുകാരെ. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ ചാലിച്ച് കൊടുക്കാം. അത്രയൊക്കെ മതി. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ചട്ടിയോടെ എടുത്ത് നമ്മളൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് നന്നായിട്ട് തിളയ്ക്കും വരെ അടച്ചു വയ്ക്കാം. ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചൂര മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെയും വയ്ക്കാം. പിന്നെ സാവധാനമാണെങ്കിൽ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളിയൊക്കെ വഴറ്റി അത് സമയമെടുക്കുക. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ രീതിയിൽ വെച്ചത്. ഓക്കെ കൂട്ടുകാരെ, ബൈ ബൈ കൂട്ടുകാരെ. സമയം വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്. എൻ്റെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ കൂട്ടുകാരെ. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്ത് ഞാനൊരു കൊഞ്ച് വറുത്തരച്ച റെസിപ്പി ആയിട്ടാണ് വരുന്നത്. ബൈ ബൈ.